ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായുടെ ചിങ്ങം രാശിയിലെ സ്ഥിതി. അത് 2025 ജൂൺ 7 മുതൽ ജൂലൈ മാസം 28 വരെയുള്ള 54 ദിവസം ചിങ്ങം രാശിയിൽ ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു. നീചരാശിയിൽ ഏറ്റവും ബലം കുറഞ്ഞു നിന്ന ഒരു സന്ദർഭങ്ങളാണ് കടന്നുപോയത്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. മേടം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ചിങ്ങം രാശി, സിംഹരാശി എന്ന് അറിയപ്പെടുന്ന ആ മേടം രാശി ഭാഗ്യസ്ഥാനമാണ്. ത്രികോണഭാവം, 5ാം ഭാവാധിപനായിരിക്കുന്ന ആ ആദിത്യൻ ഉച്ചം ചെയ്യുന്ന രാശിയാണ് മേടം രാശി. അപ്പോൾ ചിങ്ങം രാശിയുടെ അധിപനായിരിക്കുന്ന ആദിത്യനും ചിങ്ങം രാശിയിൽ പ്രബല ഗ്രഹങ്ങൾ നിൽക്കുന്നതുമൊക്കെ എപ്പോഴും വലിയ വലിയ നേട്ടങ്ങൾ ഈ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരുക സ്വാഭാവികമാണ്. ഇതിന് മുൻപ് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്നതിനും പുതിയ പുതിയ അവസരങ്ങൾ തേടി വരുന്നതിനും വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും ഒക്കെ ഈ ചിങ്ങം രാശിയിലെ ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ടും ആദിത്യൻ്റെ സ്ഥിതി കൊണ്ടും ഒക്കെ മേടം രാശിക്കാർക്ക് ഉത്തമമാണ്. പൊതുവെ ഇപ്പോൾ ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അതായത് 9ാം ഭാവാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം, 12ാം ഭാവാധിപത്യം കൂടിയുള്ള ആ വ്യാഴം 3ാമിടത്ത് അനിഷ്ടത്തിലാണ് നിൽക്കുന്നത്. അനിഷ്ടത്തിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് നേട്ടം ചെയ്യുകയും ചെയ്യും. 3 എന്ന് പറയുമ്പോൾ ധൈര്യവും വീര്യവും ഒക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അവിടെ ആ ഭാവത്തെ സൂചിപ്പിക്കുന്ന അധിപനായിരിക്കുന്ന ബുധനും അവിടെ തന്നെ നിൽക്കും. കൂടാതെ ആദിത്യനും അങ്ങോട്ട് വരുമ്പോൾ അധിക സാഹസികത പാടില്ല. ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനോ ഒക്കെ ആയിട്ട് അധിക സാഹസികത ആയാൽ അത് ദുർബുദ്ധിയായി പോവും, നാശങ്ങളും ക്ലേശങ്ങളും വന്നു ചേരും. എന്നാൽ ഒരാപത്തുള്ളവരെ സഹായിക്കുന്നതിനോ സുഹൃത്തുക്കളെ ആയാലും സഹോദര സ്ഥാനീയരെ ആയാലും ബന്ധുജനങ്ങളെയൊക്കെ ആയാലും സഹപ്രവർത്തകരെ ആയാലും ഒക്കെ സഹായിക്കുന്നതിനൊക്കെ അവസരം വരും. തിരിച്ചും ലഭിക്കുവാൻ സൂചനയുണ്ട്. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുവാൻ സാധിക്കും. ഇതിനെ മുൻപുണ്ടായിരുന്ന സുഹൃത്തുക്കളായിരിക്കുകയില്ല. ചിലപ്പോൾ അപ്രതീക്ഷിതമായ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി വളരെ പെട്ടെന്ന് അടുപ്പം വരികയും പരസ്പരം സഹായിക്കുകയും വഴി വിദ്യാവിജയങ്ങളും തൊഴിൽ നേട്ടങ്ങളും, പുതിയ തൊഴിൽ കിട്ടുകയോ അങ്ങനെ അതുവഴി പുതിയ ഒരറിവ്, ഇൻഫർമേഷൻ കിട്ടി, ഇന്നടത്തൊരു ജോലി കിട്ടും, ഇന്ന നമ്പറിൽ വിളിക്കൂ, അല്ലെങ്കിൽ ഇന്നടത്ത് അപേക്ഷ വെക്കൂ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞൊരു മെസ്സേജ് തരുവാൻ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിരിക്കില്ല വരുന്നത്. ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് പുതിയ സുഹൃത്തുക്കൾ വന്ന് ചേരുകയും അങ്ങനെ അതുവഴി തൊഴിൽ തടസ്സങ്ങൾ മാറുകയും സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിനും ജീവിത നിലവാരം ഭദ്രമാക്കുന്നതിനുമൊക്കെ ഈ മേടം രാശിക്കാർക്ക് യോഗമുണ്ട്. 7ര ശനിയൊക്കെ ഉള്ള കാലമാണ്. ദൈവാധീനം കുറവാണ്. വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുവാനായിട്ട്. സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി വന്നു ചേരുവാൻ യോഗമുണ്ട്. എന്നിരുന്നാലും സന്താനഭാവത്തിൽ ക്രൂരഗ്രഹമാണ് ചൊവ്വ. അതുപോലെ തന്നെ കേതു അവിടെ കൂടെയുണ്ട്. വിജയങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുവാനും സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രത ഏത് കാര്യത്തിനും ആവശ്യമാണ്. ഗൃഹസംബന്ധമായിട്ടും ഒക്കെ പൊതുവെ നല്ലതാണ്. വാഹന സംബന്ധമായിട്ടും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കൊക്കെ ഉയർച്ചയും അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരും. ദാമ്പത്യ ജീവിതം ഉത്തമമായ ഒരു സമയമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ദുർബുദ്ധിയൊന്നും പാടില്ല. അതായത് എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നതും കൊള്ളുകയറാത്ത പ്രണയം വന്നു ചേരുക, അതൊക്കെ ദമ്പതികളായിട്ടുള്ളവരുടെ ജീവിതത്തിൽ ഉലച്ചിൽ സംഭവിക്കും. അത് ഒരു പരിഹരിക്കാൻ പിന്നെ പറ്റിയെന്ന് വരികയില്ല. അതോടുകൂടി മൊത്തം കലുഷിതമാകുവാൻ സൂചനയുള്ളതിനാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ പണി കിട്ടും. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണ് ദാമ്പത്യ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് വിവാഹം കഴിക്കാത്തവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരു
ജീവിത പങ്കാളിയെ പ്രണയത്തിലൂടെ വന്നു ചേരുവാനും യോഗമുണ്ട്. അത് തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. കുടുംബ അംഗങ്ങളുടെയും അതുപോലെ തന്നെ അവരവരുടെ മനസ്സിനും ദീർഘകാലത്തേക്കിന് വേണ്ടതാണല്ലോ. അപ്പോൾ അത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുള്ള ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണ്ണമായിരിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ദമ്പതികളായിട്ടുള്ളവർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്ര ആഭരണങ്ങളൊക്കെ വന്നു ചേരുന്നതിനോ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനോ യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് ഇപ്പോൾ ഉള്ളവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ചില തടസ്സങ്ങൾ സൂചകമാണ്. അതായത് സ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനിഷ്ടാവസ്ഥയും സ്ഥാനഭ്രംശസ്ഥാനത്തെ ശനിയുടെ സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ രാഹുവിൻ്റെ സ്ഥിതിയും ഒക്കെ അത്ര തൃപ്തികരമാണ്. വിദേശ കാര്യങ്ങൾക്ക് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ട്. ഉള്ള തൊഴിൽ നഷ്ടപ്പെടാതെ ഒക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മേലധികാരികളുടെ നിർദ്ദേശങ്ങളൊക്കെ അതുവഴി അനുസരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് വളരെ സൂചനയുണ്ട്. പൊതുവെ കടങ്ങളൊക്കെ വീടുന്നതിനോ നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നിപുണ യോഗത്തോടുകൂടി ബുദ്ധിയുടെ കാരകനായിരിക്കുന്ന ബുധനും ആദിത്യനും ഒക്കെ വന്നു ചേരാൻ പോകുന്നു. കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. പ്രതിഭാസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നു. സ്പോർട്സ് രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർ, മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത് MS എടുത്ത് ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന വിഭാഗത്തിലുള്ളവർ, അത് പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള സൗന്ദര്യവർദ്ധക ഓപ്പറേഷൻ ആയാലും ഏത് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ വന്നിച്ച് പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുക. ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുകയോ നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ദോഷങ്ങളെ ഇല്ലാതാക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. ജാതകമൊക്കെ വിശകലനം ചെയ്ത് വിശദമായിട്ട് നേരിട്ട് സംസാരിക്കുവാൻ അവസരമുണ്ടായിരിക്കണം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.